ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകൾ ഏറ്റു പറയാം. രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട ഐസക് പ്രാസച്ചൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്ക് തന്നെ ആമേൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. സ്നേഹവാനായ ദൈവമേ, നല്ല പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ തന്ന കൃപയ്ക്കും ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിനും സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങയുടെ കരങ്ങളിലാകിയാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സാധ്യതകളും അങ്ങ് നൽകുന്ന ദാനമായി ഞങ്ങൾ പരിഗണിക്കുന്നു. പലപ്പോഴും വ്യത്യസ്തമായി ഞങ്ങൾ ചിന്തിച്ചേക്കാം. ഞങ്ങളുടെ കഴിവിലും പ്രാപ്തിയിലും വിദ്യാഭ്യാസ മേഖലയിലും ഭാഷാ പരിജ്ഞാനത്തിലുമൊക്കെ ഞങ്ങൾ അഹംഭാവമുള്ളവരായി തീരുന്നുവെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നിന്നോട് യാചിക്കുന്നു. രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഒരു നിഴൽ പോലെ ഞങ്ങളെ പിന്തുടരുന്നു. യാത്ര ചെയ്യുമ്പോഴൊക്കെയും അങ്ങയുടെ സംരക്ഷണ വലയം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ജോലി സ്ഥലത്ത് ആപത്തുകളും അനർത്ഥങ്ങളും ചതികളും കെണികളും ഒന്നും ഉണ്ടാകാതെ ഇരിപ്പാൻ ഞങ്ങളുടെ ആലോചനകളെയും വാക്കുകളെയും അവിടുത്ത കൃപയാൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പിറന്നതായ ദേശവും ഞങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളും എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഉറവുകളാണല്ലോ. നന്ദിയോടെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. സഹോദരങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ആയിരുന്ന സ്ഥലങ്ങളിലെ ദേവാലയങ്ങളെ ഒക്കെ ഓർക്കുന്നു. കൂടെ നിന്ന് പ്രാർത്ഥിച്ചവരെയും ഞങ്ങളെ കരുതിയവരെയും സ്നേഹിച്ചവരെയും ഓർക്കുന്നു. ഇന്നത്തെ പ്രഭാതം അനുഗ്രഹീതമായി തീരുവാൻ നന്മ സ്വരൂപനായ ദൈവം തമ്പുരാന്റെ അനുഗ്രഹിക്കപ്പെട്ട സ്പർശനം ഞങ്ങൾക്ക് ലഭിപ്പാൻ ഞങ്ങളെല്ലാം അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് ഒരുമിച്ച് കടന്നു വരുന്നു. ദൈവം ആശീർവദിക്കണമേ. നല്ല ചിന്തകളെ കേൾക്കുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ കരുതുകയും കൃപയാൽ നിറയ്ക്കുകയും ചെയ്യണമേ. ദൈവമാതാവിൻ്റെ പരിപൂർണമായ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിഥന്റെ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാവട്ടെ. അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകം എമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. ഇന്ന് ഫ്ലോറിഡ റീജിയനാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ റീജിയനിലുള്ള എല്ലാ ദൈവാലയങ്ങളെയും അഭിഷിക്തരെയും നമ്മുടെ മർത്തമറിയം സമാജം ഭാരവാഹികളെയും ഇന്ന് നമുക്ക് ഡിവോഷണൽ മെസ്സേജ് നടത്താനിരിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനെയും ആ റീജിയനിൽ സിക്കായിരിക്കുന്ന ബഹുമാനപ്പെട്ട പൈങ്കോലി അച്ഛൻ, ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മ, എല്ലാവരെയും ഈ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒന്നുകൂടി ദേവസ്ഥാനത്തെ സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട ഷൈല മാത്യൂസ് പാട്ടുപാടുന്നതായിരിക്കും. എന്നെ കേൾക്കാമല്ലോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആഴത്തിൽ എന്നോടൊന്നിടപെടണേ, ആത്മാവിൽ എന്നോടൊന്നിടപെടണേ, ആഴത്തിൽ
ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോട് നിടപെടണേ. മാന്നീർത്തോടിനായി കാംക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ. മാന്നീർത്തോടിനായി കാംക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനായി ദാഹിക്കുന്നേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനായി മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിയിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിയിടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. താങ്ക് യു. മൺപാത്രത്തെ ഒരു മാനപാത്രമായിട്ട് നമ്മെ തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരി ഈ മത്മറി സമാജത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ മകൻ സച്ചിന് വേണ്ടിയും എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു. മകന്റെ വിവാഹമാണ്, എല്ലാം ഭംഗിയായി നടക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട മറിയമ്മ
ജോയ് പൈങ്ങോലി കൊച്ചമ്മയാണ് വായിക്കുന്നത്. അച്ഛന് വേണ്ടി എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്ന കൊച്ചമ്മയാണ്. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാവരും വേദോസ്തവം തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൊച്ചമ്മ വായിക്കണമെന്ന്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ബാർക്കുമോൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോ. ഇവിടെ ബഹുമാനപ്പെട്ട കൊച്ചമ്മയും അച്ഛനെയും കുടുംബത്തെയും എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മുടെ കൗമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ നീ ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നീ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശ്രീമതിയായ നീ ഓർത്തു മറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനെ, നിന്റെ വലത്ത് തൃക്കൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെയുള്ളവനുമേ, നീ ഞങ്ങളോട് ദീർഘക്ഷമയായിരിക്കണമേ. സമുദ്രത്തിലെ ഓളങ്ങളെ അടക്കുന്നവനെ, കലങ്ങിയിരിക്കുന്ന എന്റെ പാപോളങ്ങളെ അടക്കണമേ. മനോവേദനയിലിരിക്കുന്നവരെ ചേർത്തുകൊള്ളുന്നവനെ, ഞങ്ങളുടെ ആത്മാവിനെ നിങ്ങളിലേക്ക് ചേർക്കണമേ. കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനെ, ഞങ്ങളുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. തന്റെ ദാസന്മാരെ കാത്തുകൊള്ളുന്നവനും തന്റെ ഭവനക്കാരെ സൂക്ഷിച്ചുകൊള്ളുന്നവനുമായവനെ, ഞങ്ങൾ തിന്മയായിട്ടുള്ളത് വിചാരിക്കുകയും
പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ ഞങ്ങളുടെ വായ്ക്കൊരു കാവൽക്കാരനെയും ഞങ്ങളുടെ ചുണ്ടുകൾക്ക് ഒരു കാവൽക്കാരനെയും ഞങ്ങളുടെ സ്മരണകൾക്കൊരു കാവൽക്കാരനെയും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കൊരു കാവൽക്കാരനെയും ഞങ്ങളുടെ ഹൃദയത്തിനൊരു കാവൽക്കാരനെയും ഞങ്ങളുടെ വിചാരങ്ങൾക്കൊരു കാവൽക്കാരനെയും നിയമിക്കണമേ. ഞങ്ങളുടെ ജീവിതവും വിചാരവും വചനങ്ങളും പ്രവൃത്തികളും ജോലികളും നടപടികളും എന്നിലുള്ള സകലവും ഞങ്ങളുടെ ഇഷ്ടപ്രകാരവും മത്സരക്കാരായ പിശാചുക്കളുടെ ഇഷ്ടപ്രകാരവുമല്ല, അവിടുത്തെ ഇഷ്ടപ്രകാരം ഭരിക്കപ്പെടുമാറാകണമേ. ആയത് ദൈവമാതാവായ കന്യകമർത്തമറിയാമ്മയുടെയും പരിശുദ്ധനായ മർത്തോമാ ശ്ലീഹായുടെയും സകല വിശുദ്ധന്മാരുടെയും വിശുദ്ധിമതികളുടെയും താപസന്മാരുടെയും മധ്യസ്ഥന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ. ബഹുമാനപ്പെട്ട ഐസക്രാസനെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് വന്നു ചേരാൻ സാധിക്കാത്ത ഇബ്രാഹിം അച്ഛനെയും അച്ഛൻ്റെ കൊച്ചുമയുടെ പിതാവായ ചെറിയാൻ കുഞ്ഞ് അച്ചായനെയും സ്ട്രോക്ക് ആയിരിക്കുന്ന അച്ചായനെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട കാവ്യ ബെൻസ് പാടുന്നതായിരിക്കും. ക്ലിയർ ആയിട്ട് കേൾക്കാവോ? കേൾക്കാമല്ലോ. ഓക്കെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകജാതനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകജാതനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു.
നമുക്ക് കവിയോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗമായ നന്ദി ഏറ്റവും എത്ര കേട്ടാലും നമുക്ക് മതി വരാത്ത ഗാനത്തിനോടൊപ്പം നമുക്കും നന്ദി കരയേറ്റ കവിയെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നതല്ലോ. വചനം നമ്മെ ശുദ്ധീകരിക്കാനും നമ്മെ സംരക്ഷിപ്പാനും നമ്മെ മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മെ മാത്രമല്ല ഇന്ന് വരാൻ സാധിക്കാത്തൊരു ലോകമെമ്പാടുമുള്ള മക്കൾക്കും അനുഗ്രഹമാകുവാനും പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഐസക് പ്രാസച്ചൻ, ബഹുമാനപ്പെട്ട ജോർജ് വർഗീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി ഇതിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ഇന്ന് സംബന്ധിക്കുന്നില്ല എങ്കിൽ തന്നെയും അച്ഛനെയും ഉൾപ്പെടെയുള്ള എല്ലാ വൈദികരെയും ഇന്ന് നാട്ടിൽ നിന്നും നമ്മളോടൊപ്പം ഈ ശുശ്രൂഷയ്ക്കായി പ്രത്യേകം ക്ഷണിച്ച് നമ്മളോടൊപ്പം പങ്കുചേരുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ കൂടിയായ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ, കർത്താവിൽ ഏറെ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ഓരോ വെള്ളിയാഴ്ചയും ഇപ്രകാരമുള്ളൊരു കൂടിവരവിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ ആമുഖ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. ആരോഗ്യവും സാവകാശവും ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ മൂലം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മളെ ദൈവം ഭരമേൽപ്പിക്കുക കൂടി ചെയ്യുകയാണ്. നമ്മൾ വിവിധ ആവശ്യങ്ങളുമായിട്ടാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എത്തുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ബോധ്യമുണ്ടെങ്കിലും നമ്മളോടൊപ്പം നമ്മുടെ ജന്മദേശം, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രാർത്ഥനാ വലയത്തിലെ കുടുംബങ്ങൾ, നമ്മൾ പല സന്ദർഭങ്ങളിലായി പങ്കുവച്ച ഇടവകകൾ, ഇപ്പോഴായിരിക്കുന്ന ഇടവക, നമ്മളെ ശുശ്രൂഷിക്കുന്ന വൈദികർ, സഭ, ഭദ്രാസന മെത്രാപ്പൊലീത്ത, ഈ കാര്യങ്ങളൊക്കെ ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ഓർക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ കൂടിയാണ്. ഇന്ന് നമുക്കായി ദൈവം ക്രമീകരിച്ചത് ഞാൻ സൂചിപ്പിച്ചു. എനിക്കേറെ സ്നേഹമുള്ളൊരു അച്ഛനാണ്. അച്ഛൻ എപ്പോഴൊരു നല്ല ചിരിയുണ്ട്. അച്ഛന് സാവകാശവും സൗമ്യമായി പെരുമാറാനുള്ളൊരു കൃപയും അച്ഛന് ദൈവം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. അവിടുത്തെ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന്റെ ചുമതല അച്ഛൻ വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം മനഃശാസ്ത്രത്തിൽ നടത്തിയ ഉപരിപഠനത്തിന്റെ ഭാഗമായി അത് പൂർത്തീകരിച്ച് നമ്മുടെ സഭയുടെ നാഗ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ അല്പസന്ദർഭങ്ങളിൽ ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അതിനുശേഷമാണ് വീണ്ടും ഭദ്രാസനത്തിലെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നതും ഇപ്പോൾ മർത്തശ്മുനി ഓർത്തഡോക്സ് ദേവാലയം കൊറ്റനല്ലൂർ അടൂർ ഭദ്രാസനമാണ്. പലപ്പോഴും നമുക്കറിയാം ഈ നാമത്തിലുള്ള ദേവാലയങ്ങൾ നമ്മുടെ സഭയിൽ വളരെ വിരളമാണ്. ഞാൻ ആ പള്ളിയിൽ കഴിഞ്ഞ 2-3 വർഷം അടുപ്പിച്ചു പോകാനായിട്ട് അവസരം കിട്ടി. അവിടുത്തെ ഓരോ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ അച്ഛൻ്റെ സൗമ്യമായ പെരുമാറ്റം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സൗമ്യതയിലൂടെ തിളങ്ങി വരുന്ന തിരുവചനത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ നമുക്ക് ഈ പ്രഭാതത്തിൽ ഉൾക്കൊള്ളാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവം അച്ഛനിലൂടെ നല്ല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കട്ടെ, അത് ഗൗരവമായിട്ട് എടുക്കുവാൻ നമുക്കും സാധ്യത നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം അച്ഛനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. അത് മ്യൂട്ടാണ്, മ്യൂട്ടാണ്. ജോർജ് വർഗീസ് അച്ഛൻ്റെ ഫോൺ മ്യൂട്ടാണ്. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്ദ്യനായ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, ഏറെ ആദരണീയനും ജ്യേഷ്ഠനെ പോലെ കരുതുകയും സ്നേഹിക്കുകയും പ്രാർത്ഥനയിൽ ബലപ്പെടുത്തുകയും ചെയ്യുന്ന വന്ദ്യനായ ഐസക് ബി പ്രകാശച്ചൻ, എന്നെ പ്രാർത്ഥനാപൂർവം ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ഈ നിയോഗം
എന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന, ഞാനേറെ സ്നേഹത്തോടുകൂടെ എൻ്റെ ചേച്ചിയായിട്ട് മനസ്സിൽ ഇടം കൊടുത്ത് ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഷീന ചേച്ചി, മർത്തുമറിയം സമാജത്തിന്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം ഇപ്പുറം ഭൂഖണ്ഡങ്ങൾക്കിപ്പുറം ഇവിടെ നിന്നുകൊണ്ട് എനിക്കും ദൈവം തമ്പുരാൻ ഒരു അവസരം നൽകുന്നു എന്നതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. മുഖവാക്കുകൾ ദീർഘിപ്പിക്കാതെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഈ ശുശ്രൂഷകൾ പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ദൈവകരുണ യാചിച്ചുകൊണ്ടും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടും അധരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള വചനം നൽകണമേ എന്ന് ദൈവകരുണയുടെ മുൻപാകെ സ്വയം സമർപ്പിച്ചുകൊണ്ടും തിരഞ്ഞെടുക്കുന്ന വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. The Gospel according to Saint Mark, chapter 5, verses 19. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: യേശു തമ്പുരാൻ അവനെ അനുവദിക്കാതെ നീ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. യേശു തമ്പുരാൻ അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു കൂട്ടായ്മ ആചരിക്കുവാനുള്ള സാഹചര്യം അവിടുന്ന് ഒരുക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പല ദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ കരുണയുടെ മുൻപാകെ പ്രാർത്ഥനാപൂർവം ആയിരിക്കുവാൻ തക്കവണ്ണം ഇപ്രകാരം ഒരു സാഹചര്യം നൽകുന്നതിനായിട്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ആയുസ്സിൽ ജീവിതയാത്രയിൽ ഇന്നയോളം അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന നന്മകൾക്കായും ഈ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ അദൃശ്യമായ കരങ്ങളുടെ പരിപാലനത്തിനായിട്ടും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുത്തെ കൃപയിൽ ബലപ്പെട്ട് അങ്ങയുടെ കരുണയുടെ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി അങ്ങയുടെ തിരുഹിതാനുവർത്തികളായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോരോ നിയോഗങ്ങളും അവിടുത്തെ കൃപയുടെ ബലത്തിലും പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളുടെ നിറവിലും നിർവഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായി അവിടുത്തെ വചനത്തിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകുന്നതിനായി ദൈവനമ്പുരാനെ അവിടുത്തെ കരുണയുടെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരികയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വചനം പറയുന്നവരും വചനം കേൾക്കുന്നവരും ഒന്നുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അഭിഷേകം പ്രാപിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ആരുടെയും കുറവുകളെ കണക്കിടരുതേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ നൽകണമേ. ക്രൂസിന്റെ തണലിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങൾ സകലത്താലെയും പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമാകുന്ന ത്രിയേക ദൈവമേ, അങ്ങേക്ക് സ്തുതിയും ആരാധനയും എല്ലാ നാളും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. യേശു തമ്പുരാൻ അവനെ അനുവദിക്കാതെ നീ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗത്തിന്റെ ഉപസംഹാര വാചകമാണ് നമ്മളിവിടെ വായിച്ചത്. യേശു തമ്പുരാൻ തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഗലീല കടലിനക്കരെയുള്ള ഗദരദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു തമ്പുരാനെ എതിരേറ്റു വരുന്നത് തന്റെ പാർപ്പ് കല്ലറകളിലാക്കിയിരിക്കുന്ന വിലങ്ങുകൾ കൊണ്ടും ചങ്ങലകൾ കൊണ്ടും ബന്ധിക്കാൻ ശ്രമിച്ചിട്ടും അതിന് സാധ്യമാകാതെ ഇരിക്കുന്ന, എപ്പോഴും നിലവിളിച്ച് നടക്കുന്ന, കല്ലുകൾ എടുത്ത് ദേഹത്ത് ചതവുകൾ ഉണ്ടാക്കി മുറിവുകൾ ഉണ്ടാക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്ന, വിവസ്ത്രനായി നടന്ന് സുബോധമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. യേശു തമ്പുരാൻ അവനിലുള്ള ഭൂതത്തെ ശാസിച്ചുകൊണ്ട് അവന്റെ പേര് ചോദിക്കുമ്പോൾ അവന്റെ ഐഡന്റിറ്റി പോലും മറന്നു പോകത്തക്കവണ്ണം അവൻ പറയുകയാണ്,
ഞാൻ ഒരാളല്ല, ഞങ്ങൾ അനേകരാണ്. എൻ്റെ പേര് ലഗിയോൻ എന്നാണ്. അല്ലെ, മനഃശാസ്ത്ര മേഖലയിൽ മനഃശാസ്ത്ര രോഗങ്ങളിൽ വരുന്ന ഒന്നാണല്ലോ ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഈ മനുഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരാളല്ല, ഞങ്ങൾ അനേകരാണ്, ഞങ്ങളുടെ പേര് ലഗിയോൻ എന്നാണ്. യേശു തമ്പുരാൻ ലഗിയോനോട് ഈ യൗവനക്കാരിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ തക്കവണ്ണം ആവശ്യപ്പെടുമ്പോൾ ഈ ലഗിയോൻ കർത്താവിനോട് ഒരു കാര്യം പറയുന്നു, ഈ യൗവനക്കാരിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നീ അനുവാദം നൽകണമെന്ന്. പന്നിക്കൂട്ടത്തിലേക്ക് ലഗിയോൻ പ്രവേശിക്കുന്നു. പന്നിക്കൂട്ടം കൊടുന്തൂക്കിലൂടെ ഓടി അത് ഗലീല കടലിൽ മുങ്ങി ചത്തുപോകുകയാണ്. അല്പസമയത്തിന് ശേഷം ഈ പന്നിക്കൂട്ടം എല്ലാം ചത്തടിഞ്ഞ് കടൽ തീരത്ത് കിടക്കുമ്പോൾ പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ആ നാട്ടുകാരോട് പറഞ്ഞു, പന്നിക്കൂട്ടമെല്ലാം ചത്തുപോയി. അവരെന്താണ് സംഭവിച്ചതെന്ന് കാണാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ 2 കാഴ്ചകളാണ് അവർ കാണുന്നത്. ഒന്ന്, അവരുടെ ജീവിതത്തിന്റെ വരുമാന മാർഗമായിരുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗമായിരുന്ന പന്നിക്കൂട്ടം കടൽ തീരത്ത് ചത്തുകിടക്കുന്നു. രണ്ടാമത്തെ കാഴ്ച, ഇതുവരെയും സുബോധമില്ലാതെ വിവസ്ത്രനായി നടന്ന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചവൻ സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ച് കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്നു. ഈ 2 കാഴ്ചയും അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുളവാക്കുന്ന ഒന്നാണ്. അങ്ങനെ അവര് കർത്താവിനോട്, ഈ പ്രയാസത്തിന്റെ കാരണമായിരിക്കുന്നവനോട് ചേർന്നിരിക്കുന്ന കർത്താവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, നീ ഞങ്ങളുടെ ദേശം വിട്ടു പോകണം. കർത്താവ് ദേശം വിട്ടു പോകുവാൻ തക്കവണ്ണം തന്റെ ശിഷ്യന്മാരോട് ചേർന്ന് തിരികെ പോരുവാൻ ഒരുങ്ങുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചവൻ യേശു തമ്പുരാനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, നീ ഇവരുടെ വാക്ക് കേട്ട് പോകുകയാണ് എങ്കിൽ നിന്റെ കൂടെ വരാൻ എന്നെ കൂടെ അനുവദിക്കണമെന്ന്. യേശു തമ്പുരാൻ അവനെ അനുവദിക്കാതെ അവനോട് പറഞ്ഞതാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചത്. അവനോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകണം, നിനക്കുള്ള അടുക്കിലേക്ക് ചെല്ലണം, കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നിന്നോട് കരുണ കാണിച്ചവരോട് പറയണം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ യേശു തമ്പുരാന്റെ ഒരു മനോഭാവം നമുക്കൊരല്പം വൈരുദ്ധ്യമുള്ളതായിട്ടില്ലേ, നമ്മൾ കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് തോന്നും. ഒരിക്കൽ യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, കർത്താവ് നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവന്റെ ഒരു ഇന്റൻഷൻ, അവന്റെ ഒരു ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് അവനോടൊരു മറുപടി പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടും കുറുനരികൾക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രന്റെ പിന്നാലെ വന്നാൽ തല ചായ്ക്കാൻ പോലും ഇടം കിട്ടുകയില്ല. അവനാണെങ്കിൽ ആ നിരാശാജനകമായ മറുപടി കേട്ടപ്പോൾ അവൻ മടങ്ങിപ്പോയി എന്നതാണ് നമ്മൾ വായിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ യേശു തമ്പുരാൻ അങ്ങോട്ട് താല്പര്യപ്പെട്ട് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എൻ്റെ കൂടെ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വരാമോ? അവൻ യേശുവിന്റെ മുമ്പില് ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട്. എന്താണ്? കർത്താവെ, ഞാൻ 2 കാളയ്ക്ക് വില പറഞ്ഞ് അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്, അതിനെ അഴിച്ചിട്ട് ഞാൻ വീട്ടിലെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് നിന്റെ കൂടെ വരാന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനെയും സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. അവനോട് പറയുന്ന മറുപടി എന്താണ്? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. മൂന്നാമത് മറ്റൊരു സന്ദർഭത്തിൽ യേശു തമ്പുരാൻ മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് വിളിച്ചു, മോനെ നീ എൻ്റെ കൂടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വരാമോ? അവനും അവന്റെ നിസ്സഹായതയിൽ നിന്നുകൊണ്ട് കർത്താവിനോട് ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്. കർത്താവ്, എൻ്റെ പിതാവ് മരിച്ചുപോയി, ഞാന് അദ്ദേഹത്തെ സംസ്കരിച്ചിട്ട് നിന്റെ കൂടെ വരാം. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞ മറുപടിയും ഒരല്പം വ്യത്യസ്തമായൊരു മറുപടിയായിരുന്നു. ആ മറുപടി എന്തായിരുന്നു? മരിച്ചവർ നിങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു സന്ദർഭത്തിൽ യേശു തമ്പുരാൻ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് എൻ്റെ മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചിട്ട് വരാം. ഇങ്ങനെ ഈ 4 സന്ദർഭങ്ങളിലും യേശു തമ്പുരാന്റെ മനോഭാവവും യേശു തമ്പുരാന്റെ അരികിലേക്ക് വന്നവരുടെ മനോഭാവവും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ 4 സന്ദർഭങ്ങളിലും ദൈവസന്നിധിയിൽ ചില വ്യവസ്ഥകളും ഉപാധികളും വെക്കുന്നവരെയാണ് കാണുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ വായിച്ചതായ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് വ്യവസ്ഥകളോ ഉപാധികളോ ഒന്നും വെക്കാതെ, കർത്താവെ നിന്റെ കൂടെ വരാൻ എന്നെ അനുവദിക്കണമെന്ന് ഇയാൾ പറയുമ്പോൾ യേശു തമ്പുരാൻ അവനോട് പറയുകയാണ്, നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ മതി, നിനക്കുള്ള അടുക്കിലേക്ക് ചെന്നാൽ മതി,
കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവനെ മടക്കി അയക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ സന്ധ്യയിൽ ഇവൻ നമ്മളോട് പറയുന്ന രണ്ട് ആശയങ്ങൾ, രണ്ട് ദർശനങ്ങൾ ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനമായി, ദൈവവചനത്തിന്റെ പൊരുളായി നിങ്ങളോട് പറയാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ മനുഷ്യന്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ നമ്മളോട് പറയുന്നത്, ഒന്ന്, ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന ശീലങ്ങളെ നീ ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. നിന്റെ ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന ശീലങ്ങളെ നീ ഉപേക്ഷിക്കണം. ഇതുവരെയും അവന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അവന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ശൈലികൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അവൻ പാർത്തിരുന്നത് എവിടെയാണെന്ന്. അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ ശീലം, അവൻ കല്ലറകളിൽ പാർത്തിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നമുക്കൊന്നാമതായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ കല്ലറകളിൽ പാർത്തിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ പോയി ഒരു സെമിത്തേരി കിടന്നു എന്നല്ല നമ്മൾ വായിക്കേണ്ടുന്നത്. പിന്നെയോ നമ്മൾ കുറച്ചുകൂടെ അതിനെ ഒന്ന് മനസ്സിലാക്കി, നമ്മൾ പറയത്തില്ല റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ തക്കൊണ്ട് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതിലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, അവൻ പാർത്തിരുന്നിടം കല്ലറയായിരുന്നു എന്ന് വേണം വായിക്കാൻ. അവൻ കല്ലറകളിൽ പാർത്തിരുന്നു എന്നല്ല നമ്മൾ വായിക്കേണ്ടുന്നത്. പിന്നെയോ നമ്മൾ എങ്ങനെ വായിക്കണം? അവൻ പാർത്തിരുന്ന ഇടം കല്ലറയായിരുന്നു എന്ന് വായിക്കണം. എന്ന് വെച്ചാൽ അവന്റെ വീട് അവൻ കല്ലറയാക്കി എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ദുശീലം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് അവകാശവാദമുണ്ട്, നമ്മൾ കല്ലറകളിലല്ല വീടുകളിലാണ് താമസിക്കുന്നത് എന്ന്. എന്നാൽ നമ്മൾക്കൊരു തിരിച്ചറിവുണ്ടാകണം, എന്റെ അനുയോജ്യമല്ലാത്ത രീതികൾ എന്റെ വീടിനെ കല്ലറയാക്കുന്നുണ്ടോ? കല്ലറയുടെ പ്രത്യേകത എന്താണ്? കർത്താവ് പരീശന്മാരെയും സദൂക്യരെയും നിശിതമായി വിമർശിക്കുവാൻ തക്കവണ്ണം ഉപയോഗിച്ചതായ ഒരു പദമാണ് വെള്ള തേച്ച ശവക്കല്ലറ എന്ന്. കാരണം ബാഹ്യമായിട്ട് മനോഹരമാണെങ്കിലും ആന്തരികമായിട്ട് അതിന് ജീവനില്ല. ജീവനില്ലാത്തതിനാൽ തന്നെ അതിന് ചൈതന്യമില്ല. ചൈതന്യമില്ലാത്തതിനാൽ തന്നെ അതിൽ സൗന്ദര്യമില്ല. സൗന്ദര്യമില്ലാത്തത് കൊണ്ട് സുഗന്ധവുമില്ല. അത് എപ്പോഴും അനുയോജ്യമല്ലാത്ത ഒരു അനുഭവമായിട്ടാണ് നമ്മൾ കാണേണ്ടുന്നത്. എന്നാൽ നമുക്കൊരു ചോദ്യമുണ്ട്, നമ്മുടെ വീട് കല്ലറയാകുന്നുണ്ടോ? നമ്മുടെ വീടുകൾ കല്ലറയാകാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ വീടിന് എപ്പോഴും ജീവൻ ഉണ്ടാകണം. നമ്മുടെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും ദൈവത്തിന്റെ ആത്മനിറവുള്ള അനുഭവം ഉണ്ടെങ്കിൽ ആ വീടിന് ചൈതന്യമുണ്ടാകും. ആ വീടിന് ചൈതന്യമുണ്ടാകുമ്പോൾ ആ വീടിന് സൗന്ദര്യമുണ്ടാകും. ഇന്ന് വീട് ബാഹ്യമായിട്ട് മനോഹരമാക്കാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുമ്പോൾ, കാലോചിതമായ പരിഷ്കാരങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ വീടിന്റെ ജീവനും ചൈതന്യവും അറിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ പൗരസ്ത്യ വേദശാസ്ത്ര ദർശനത്തിൽ ഒരു ഈസ്റ്റേൺ ലിറ്റർജിക്കൽ തിയോളജി നമ്മളൊന്ന് ഗഹനമായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വീട് കൂദാശ ചെയ്യുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലേ? അവസാനം വാഴ്ത്തിയ വെള്ളം തളിച്ച് ആ വെള്ളവുമായിട്ട് കട്ടിളപ്പടിയുടെ ചുവട്ടിൽ വന്നിട്ട് പട്ടക്കാരൻ കട്ടിളപ്പടിമേൽ റൂഷ്മ ചെയ്തുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന എന്താണ്? ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ സ്ലീബായുടെ അടയാളത്താലെ മുദ്ര കുത്തപ്പെടുന്ന ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ട് ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വീട് ജീവനുള്ളതാണ്. നമ്മൾ താമസിക്കുന്ന ഓരോ വീടും നമ്മൾ കൂദാശ ചെയ്യുമ്പോൾ ആ വീട് ജീവനുള്ളതായി മാറുകയാണ്. കല്ലും മരവും മണ്ണും മണലുമായിട്ടൊക്കെ നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ ഓർക്കണം, അത് നിർജീവമായ വസ്തുക്കളാണെങ്കിൽ ജയത്തിന്റെയും ജീവന്റെയും അടയാളമാകുന്ന, ജീവദായകമാകുന്ന, ജീവൻ നൽകുന്ന അടയാളമായ സ്ലീവായാൽ ആ വീട് മുദ്രയിടുമ്പോൾ ആ വീട് ജീവനുള്ളതായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ വീടിനെപ്പോഴും ജീവൻ ഉണ്ടാകണം. നമ്മുടെ വീട് കല്ലറയാകരുത്. കല്ലറയ്ക്ക് ജീവനില്ല, കല്ലറയ്ക്കുള്ളിൽ ജീവനില്ല. കല്ലറ ബാഹ്യമായി മനോഹരമാണ്, ആന്തരികമായി ചൈതന്യമില്ലാത്തതും സൗന്ദര്യമില്ലാത്തതും സുഗന്ധമില്ലാത്തതുമാണ്. നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഇവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ ശീലങ്ങളിൽ നാം കാണുന്നത് അവന്റെ വീട് അവൻ കല്ലറയാക്കി, അവൻ പാർത്തിരുന്ന ഇടം അവൻ കല്ലറയാക്കി മാറ്റി എന്നുള്ളതാണ്.
രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് അവൻ മുറിവുകൾ ഉണ്ടാക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ശീലം എന്ന് പറയുന്നത് അവൻ മുറിവുകൾ ഉണ്ടാക്കുന്നവൻ. അവൻ നമ്മൾ വായിക്കുന്ന അങ്ങനെയാണല്ലോ, അവൻ കല്ലുകൾ എടുത്തിട്ട് ദേഹം ചതയ്ക്കുകയാണ്, ചതച്ചിട്ട് മുറിവുകൾ ഉണ്ടാക്കി അതിൽ സന്തോഷം കണ്ടെത്തുകയാണ്. മുറിവുകൾ ഉണ്ടാക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്നവർ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വാക്കുകളിലൂടെയോ നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയോ ആർക്കെങ്കിലും വേദന സമ്മാനിക്കുന്നുണ്ടേ എങ്കിൽ, ആർക്കെങ്കിലും മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ടേ എങ്കിൽ നമ്മൾ ഈ മനുഷ്യന് തുല്യരായിട്ട് മാറുകയാണ്. നമ്മുടെ ഉള്ളിലെ ദൈവാത്മാവിന്റെ പ്രവർത്തനമല്ല മുറിവുകൾ ഉണ്ടാക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത അത് സ്നേഹവും സന്തോഷവും സമാധാനവും ഉളവാക്കുന്നതാണ്. ഇല്ലേ? അത് ഭിന്നതയുടെ ആത്മാവല്ല, അത് സ്നേഹത്തിന്റെയും ഐകമത്യത്തിന്റെയും ആത്മാവെന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഈ ലെഗിയോനെ പോലെയുള്ള ദുരാത്മാവ് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കുന്നവരായിട്ട് മാറുകയാണ്. അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, അവന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ശീലം എന്ന് പറയുന്നത് മുറിവുകൾ ഉണ്ടാക്കുന്നവനായി അവൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ വിധേയത്വമില്ലാത്തവനായി ജീവിച്ചു. വിധേയത്വമില്ലാതെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അനുയോജ്യമല്ലാത്ത ചില കാര്യങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങൾ സമൂഹം വരുത്തുന്നുണ്ട്, അല്ലെ? നമുക്കറിയാം, ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് എപ്പോഴും ചില നിയന്ത്രണങ്ങൾ, അല്ലെ? നമ്മൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചില ലോസ് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ നിയമവ്യവസ്ഥിതികളോട് വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു എക്സിസ്റ്റൻസും സർവൈവലും സാധ്യമാകുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് അനുസരണമായിട്ട് വിധേയത്വമില്ലാത്തവരായി മാറുന്നുണ്ട്. പള്ളിക്കുള്ളിൽ നമ്മൾ പള്ളിയുടെ രീതികൾക്ക് വിധേയപ്പെടണം, ഇല്ലേ? ഭവനത്തിനുള്ളിൽ ഭവനത്തിന്റെ ചില ചിട്ടവട്ടങ്ങൾക്ക് വിധേയപ്പെടണം. നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മനുഷ്യനും സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കണം എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് എല്ലാവർക്കും ചില വിധേയപ്പെടലുകൾ അനിവാര്യമാണ്. നമുക്കറിയാം, നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലാണെങ്കിൽ ആ നാടിന്റെ ചില നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥിതികളുണ്ട്. അതിന് വിധേയപ്പെട്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുകയുള്ളൂ. എന്നാൽ വിധേയത്വമില്ലാതെ ജീവിച്ചാൽ നമ്മുടെ നിലനിൽപ്പ് അവതാളത്തിലാകുകയാണ്, നമ്മുടെ സർവൈവൽ അസാധ്യമാകുകയാണ്. അതുകൊണ്ട് നമ്മൾ വിധേയപ്പെടാൻ തക്കവണ്ണം ഇടയാകണം. ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം, ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയപ്പെടണം, മക്കൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെടുന്ന, ഇല്ലേ? വിശ്വാസി പുരോഹിതന് വിധേയപ്പെടുന്ന, ഇല്ലേ? പുരോഹിതൻ സഭയുടെ വിശ്വാസത്തിന് വിധേയപ്പെടുന്ന രീതികൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലായിടത്തും എക്സിസ്റ്റൻസും സർവൈവലും സാധ്യമാകുകയുള്ളൂ. ഇവൻ വിധേയത്വമില്ലാത്തവനായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇവന്റെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഞാന് ധാരാളം ചിന്തകൾ ഇതോട് ചേർന്ന് പറയാൻ തക്കവണ്ണം ഉണ്ട്, പക്ഷെ ഞാനത് പറയാൻ സമയത്തിന്റെ പരിമിതി മൂലം പറയുന്നില്ല. ഇവിടെ ഇവൻ ഒന്നാമത് നമ്മളെ പഠിപ്പിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന ശീലങ്ങളെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതായ തോട്ട്സ്, ബിഹേവിയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയുവാൻ തക്കവണ്ണം ഇടയാകണം. ഈ ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്, ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഇവന്റെ ജീവിതത്തിൽ കാണുന്നത് 3 കാര്യങ്ങളാണ്. 1, അവന്റെ വീട് അവൻ കല്ലറയാക്കി. 2, അവൻ മുറിവുകൾ ഉണ്ടാക്കി. 3-ാമതായിട്ട് അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത അവൻ വിധേയത്വമില്ലാത്തവനായിട്ട് ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ ജീവിതം അറിഞ്ഞും അറിയാതെയെങ്കിലും ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലേ? മനഃശാസ്ത്രത്തിൽ അതിനൊരു പക്ഷെ ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയും. ഒരുപക്ഷെ നമുക്കാണെങ്കിൽ നമ്മൾക്കൊക്കെ അവകാശം അതുകൊണ്ട് നമുക്ക് മാനസികമായിട്ട് അങ്ങനെ അസ്വസ്ഥതകൾ ഉള്ളവരൊന്നും അല്ല, അങ്ങനെ ബിഹേവിയർ ഡിസോർഡർ ഒന്നും ഉള്ളവരല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കണം, നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ടാണോ ജീവിക്കുന്നത്, അതോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ നമ്മളൊരു ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് പേഴ്സണാലിറ്റീസ് ആകുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന ശീലങ്ങളെ നമുക്ക് വിട്ടുകളയാൻ തക്കവണ്ണം ഇടയാകണം. രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന രണ്ടാമതായിട്ട് ഇവൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബന്ധങ്ങളിലേക്ക് മടങ്ങുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവരാകണം.
ബന്ധങ്ങൾക്ക് ജീവൻ നൽകുവാൻ തക്കവണ്ണം ഇടയാകുന്നവരാകണം. കർത്താവ് ഇവനെ മടക്കി വിടുന്നത് എങ്ങോട്ടാണ്? അവന്റെ ബന്ധങ്ങളുടെ നടുവിലേക്കാണ്. അല്ലെ? നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എപ്പോഴും, മനുഷ്യൻ എപ്പോഴും ആസ് എ സോഷ്യൽ ബീങ് നമ്മൾ ഓൾവേസ് മെയിൻറ്റെയിൻസ് എ സോഷ്യൽ റിലേഷൻഷിപ്പ്. അത് നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. നമുക്ക് നിലനിൽക്കണമെങ്കിൽ അത് ഉണ്ടായേ പറ്റുകയുള്ളൂ. കർത്താവ് ഇവിടെ ഇവൻ കല്ലറകളിൽ ജീവിക്കുന്നവൻ, ഇങ്ങനെ പലവിധമായ പെരുമാറ്റ വൈകല്യങ്ങളുള്ളവൻ, അവനെ കർത്താവ് മടക്കിക്കൊണ്ടുപോകുന്നത് അവന്റെ ബന്ധങ്ങളുടെ നടുവിലേക്കാണ്. ഇല്ലേ? അവന്റെ ബന്ധങ്ങളുടെ അവൻ വിട്ടുകളഞ്ഞ അവന്റെ കുടുംബത്തിന്റെ നടുവിലേക്ക്, അവൻ വിട്ടുകളഞ്ഞ സാമൂഹികമായ ബന്ധത്തിന്റെ നടുവിലേക്ക്, അവൻ ഒരു യാതൊരുവിധമായ പ്രാധാന്യം കൊടുക്കാതിരുന്നതായ അവന്റെ ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പിലേക്ക്, അതിലെല്ലാം ഉപരിയായിട്ട് ഒരു ഫെലോഷിപ്പിലേക്കാണ് കർത്താവ് അവനെ തിരികെ കൊണ്ടുപോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പോലും നമ്മൾ ഒരു ഫെലോഷിപ്പാണ് ഇവിടെ നമ്മൾ ആചരിക്കുന്നത്, ഇല്ലേ? തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നതാണല്ലോ എന്താ പറയുക, ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതിനെ സാധ്യമാകുന്ന കർത്താവിനോട് പറയുകയാണ്, കർത്താവ് ചെയ്തതൊക്കെ അവരോട് പറയണം. കർത്താവ് നിന്നോട് കരുണ കാണിച്ചത് വീട്ടുകാരോട് പറയണം. നിന്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെ കുറിച്ച് പറയണം. പ്രിയമുള്ളവരെ, എപ്പോഴും ബന്ധങ്ങൾ ശക്തമാകുന്ന എവിടെയാണെന്നറിയാമോ? നാം പ്രാപിച്ചിരിക്കുന്ന ദൈവകരുണയെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോഴാണ്, നാം സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുമ്പോഴാണ്, ദൈവം നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധമുണ്ടാകുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ട് സാധിക്കുന്നത്. ഇന്ന് ഈ പ്രത്യേകിച്ച് ഈ പോസ്റ്റ് മോഡേണിറ്റിയും കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നൊക്കെ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. ഇന്ന് നമ്മളൊക്കെ ആണെങ്കിൽ ഈ മീഡിയ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സാമൂഹികമായ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് ഈ ഒരു വെർച്വൽ റിലേഷൻഷിപ്പിലാണ് നമ്മൾ കുറെ കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ്, നമ്മുടെ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് കൊടുക്കുന്നതായ ഒരു ഡിവൈൻ പ്രസൻസ്, അതിലൂടെ ഈ ഡിവൈൻ പ്രസൻസിലൂടെ നമ്മുടെ പ്രസൻസിലൂടെ അവർക്ക് ലഭിക്കേണ്ടതായ ഒരു ബ്ലെസ്സിങ്, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. ഇത് ഉണ്ടാകണമെങ്കിൽ, ഇത് സാധ്യമാകണമെങ്കിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നന്മകളെ കുറിച്ച്, നമ്മൾ സ്വീകരിച്ച ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. ഇവിടെ യേശു തമ്പുരാൻ അവനെ മടക്കി വിടുന്നത് അവന്റെ ബന്ധങ്ങളുടെ നടുവിലേക്കാണ്. നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. നമ്മുടെ കടമകളെ കുറിച്ച്, നമ്മുടെ കടപ്പാടുകളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ നിയോഗങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ജീവിത സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അസൗകര്യങ്ങളൊന്നും ഇല്ലാതെയാകുന്ന, അല്ലെ? നമുക്ക് എല്ലാം സൗകര്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിക്കുമ്പോൾ നമുക്കൊന്നിനെക്കുറിച്ചും ഭാരമില്ലാതെ, ഒന്നിനെക്കുറിച്ചും ആശങ്കകളും ആകുലതകളും ഇല്ലാതെയൊക്കെ നമ്മൾ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ഇതൊക്കെ ദൈവത്തിന്റെ കരുണയാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മുടെ ബന്ധങ്ങൾക്ക് കുറെ കൂടെ ജീവൻ നൽകാൻ തക്കവണ്ണം ഇടയാകണം. ഇന്ന് മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളൽ ഉണ്ടാകുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുകയാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പോലും പലതിന്റെയും പേരിൽ പിണക്കങ്ങളും അകലങ്ങളും ഉണ്ടാകുകയാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ബന്ധങ്ങളെ നിലനിർത്തുന്നവരായി, ബന്ധങ്ങളെ ശക്തരാക്കുന്നവരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമുക്കറിയാം, ബന്ധങ്ങൾ ശക്തമായെങ്കിൽ, ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ശക്തി ഉണ്ടാകുന്നുള്ളൂ, അല്ലെ? യൂണിറ്റി ഈസ് പവർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളെ മറന്നുകൊണ്ട്, നമ്മുടെ ഭിന്നതകളെ മറന്നുകൊണ്ട്, നമുക്ക് ചില പൊരുത്തപ്പെടാഴികളുണ്ടല്ലേ, ഡിസഗ്രിമെന്റ്സ്, നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അതിനെയൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ, നമ്മൾ പൗലോസ് ശ്ലീഹ പറയുന്ന ദൈവത്തിന്റെ വചനം പോലെ ഒരേ ആത്മാവിനെ പാനം ചെയ്തവരും ഒരേ അപ്പത്തിന്റെ അംശികളാണെന്നുള്ള ബോധ്യത്തോടു കൂടെ കരുതലുള്ളവരായി, സ്നേഹമുള്ളവരായി, താങ്ങാകാൻ, തണലാകാൻ, ആശ്വാസമാകാൻ, സമാധാനമേകാൻ നമുക്കിടയാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ധന്യമാകും. കർത്താവ് ഇവന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നത് അവന്റെ ബന്ധങ്ങളെ ശക്തമാക്കാനും വേണ്ടിയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മളെക്കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ കുറെ കൂടെ ശക്തരാകാൻ തക്കവണ്ണം ഇടയാകണം. നമ്മൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം.
ചില താല്പര്യമില്ലായ്മകൾ ഉണ്ടാകാം, നമുക്കാണെങ്കിൽ ചില പൊരുത്തക്കേടുകൾ നമുക്കുണ്ടാകാം. പക്ഷെ എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മൾ ഒരേ ആത്മാവിൽ ഉള്ളവരാണ് എന്നും ഒരേ ആത്മാവിനെ പാനം ചെയ്തവർ ഒരേ അപ്പത്തിന്റെ അംശികളാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ബന്ധങ്ങളെ ശക്തമാക്കാൻ തക്കവണ്ണം ഇടയാകണം. ബന്ധനങ്ങളിൽ കിടക്കേണ്ടുന്നവരല്ല. ഒറ്റപ്പെടൽ ഒരു ടൈപ്പ് ബന്ധനമാണ്. ആരെക്കുറിച്ചുള്ള കടമകൾ കടപ്പാടുകൾ നിർവഹിക്കാൻ നമുക്കുള്ള മനസ്സില്ലായ്മ ഒരു ടൈപ്പ് ബന്ധനമാണ്. അതുകൊണ്ട് നമുക്ക് ബന്ധനങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് പോകാൻ തക്കവണ്ണം ഇടയാകണം. ഞാൻ എൻ്റെ വാക്കുകളെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തക്കവണ്ണം പരിശ്രമിക്കട്ടെ. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് നമ്മളോട് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ തക്കവണ്ണം ശ്രമിച്ചത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന ശൈലികളെ, ശീലങ്ങളെ നാം ഉപേക്ഷിക്കണം. നമ്മുടെ ഒരു ടൈപ്പ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സെൽഫ് ഏലിനേറ്റിംഗ് ടൈപ്പ് നമ്മുടെ ബിഹേവിയർ, ഇതൊക്കെ മാറ്റാൻ, അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്, നഷ്ടപ്പെടുത്തുന്നതാണ് എന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ ദൈവശക്തിയിൽ ബലമുള്ളവരായി, ആ ദൈവത്തിന്റെ ആത്മാവിൽ ബലമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. രണ്ടാമത് ഇദ്ദേഹം പഠിപ്പിച്ച രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ബന്ധനങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് മടങ്ങാൻ തക്കവണ്ണമുള്ള താല്പര്യം ഉണ്ടാകണം. ഇന്ന് പലപ്പോഴും നമ്മൾ സ്വാർത്ഥതയില്ല, നമ്മൾ വളരെ സെൽഫിഷായിട്ട് നമ്മളെ കുറിച്ച് മാത്രം നമ്മുടെ ചിന്ത. നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ കുറെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ, അതിനപ്പുറത്തേക്ക് ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ട് കഴിയുന്നില്ല. നമുക്ക് ചിലരോട് ചില കരുണയുടെ കരുതലിന്റെ കരനീട്ടാൻ തക്കവണ്ണം കഴിയേണ്ടതാ, പക്ഷെ അതിന് പോലും നമ്മൾ പലപ്പോഴും ശ്രമിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെ ബന്ധങ്ങളെ മറക്കുന്നതും നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ്, നമ്മളിൽ പലപ്പോഴും ലെഗിയോനെ പോലുള്ള ആത്മാക്കൾ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ ബന്ധങ്ങളെ മറന്നു പോകുന്നത്. അതുകൊണ്ട് ബന്ധങ്ങളെ ശക്തമാക്കുന്നവരായിട്ടും ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഈ രണ്ട് ചിന്തകൾ നമ്മൾ കുറെ കൂടെ ദൈവികരായും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും കുറെ കൂടെ ശ്രദ്ധരായി ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം അവിടെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരല്പസമയം ആയിരിക്കാനും ദൈവവചനത്തിന്റെ ചിന്തകൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചതിൽ പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ സ്നേഹവും കൃതജ്ഞതയും അറിയിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങള് സ്നേഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചനോട് എൻ്റെ സ്നേഹവും കൃതജ്ഞതയും പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട തിരുമേനി ഈ കഴിഞ്ഞ 2 തവണയും ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന മണക്കാല കൊറ്റനല്ലൂർ ദേവാലയം സന്ദർശിച്ച് 2 സന്ദർഭങ്ങളിൽ വിവിധ കൂദാശാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകി അനുഗ്രഹിച്ച പിതാവാണ്. അദ്ദേഹത്തോടൊപ്പം ആയിരിക്കാൻ തക്കൊണ്ട് ലഭിച്ച അവസരത്തെ നന്ദിയോടുകൂടെ വീണ്ടും ഓർക്കുന്നു. അദ്ദേഹത്തോടുള്ളതായ എൻ്റെ സ്നേഹവും കൃതജ്ഞതയും അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് ഈ ശുശ്രൂഷ എന്നെ ഭരമേൽപ്പിക്കുന്നത് പ്രിയപ്പെട്ട ഷീന ചേച്ചിയാണ്. എൻ്റെ കൂടെയാണ് പ്രിയപ്പെട്ട ചേച്ചി. ആ ചേച്ചിയോടുള്ളതായ എൻ്റെ സ്നേഹവും കൃതജ്ഞതയും പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രഭാത സന്ദേശത്താൽ നമ്മളൊക്കെ ദൈവകൃപയാൽ നിറയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും കരുതുന്നതും. പ്രിയപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനിലൂടെ കുടുംബ ബന്ധങ്ങൾക്കും ക്രൈസ്തവ ജീവിതത്തിനും അടിസ്ഥാനമായും അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ച് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി ഒരധ്യാപകന്റെ എല്ലാ കഴിവും കൃത്യമായി ആചാരശ്രേഷ്ഠതയോടൊപ്പം ക്രമപ്പെടുത്തിയതിനുള്ള സന്തോഷവും അച്ഛനോടുള്ള പ്രത്യേകമായ അനുമോദനങ്ങളും ഈ സമയത്ത് ആദ്യമേ രേഖപ്പെടുത്തുകയും. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം നമുക്ക് സുപരിചിതമാണ്. ഏകദേശം 18 അത്ഭുതങ്ങളും 4 ഉപമകളും ഈ പുസ്തകത്തിൽ നിബിഡമായി, ആകെ 16 അധ്യായമേ ഉള്ളൂ എങ്കിലും 18 അത്ഭുതങ്ങളും 4 ഉപമകളും. അതിൽ ഈ മർക്കോസ് എന്ന് പറയുന്ന സുവിശേഷകൻ പൗലോസ്ലീഹായോടൊപ്പം 1-ാം മിഷനറി യാത്രയിൽ ഒരു യാത്രികനായും
സഹയാത്രികനായും ശുശ്രൂഷകനായും ഒക്കെ പങ്കാളിയായ വ്യക്തിയാണ്. ക്രൈസ്തവ മേഖലയിൽ സുവിശേഷത്തിന്റെ ആദ്യ പൊരുളുകൾ നമ്മളെ പരിചയപ്പെടുത്തിയതും ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ കൂടിയാണ്. നമ്മൾ ധാരാളം പ്രാവശ്യം ഇത് വായിച്ചു കാണും. പ്രത്യേകിച്ച് ഇന്ന് അച്ഛൻ പ്രതിപാദിച്ച ഈ വിഷയമൊക്കെ വായിക്കുമ്പോൾ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമേ അല്ല. ഇത് പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്ത രണ്ട് കാര്യം അതിൽ പറയുന്നുണ്ട്. ഒന്ന്, അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനാണ്. നമ്മുടെ ആദ്യത്തെ ചിന്ത വരുന്നത് നമുക്കിതില്ലല്ലോ, പിന്നെ നമ്മൾ അതിനെ പ്രതിപാദിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ മറ്റു കുറച്ചു പേർ കൊണ്ടൊന്നും അറിയാതെ നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത വരും, ഇന്ന ആളുകൾക്ക് അശുദ്ധാത്മാവുള്ളവരാ, നമുക്കതൊട്ടില്ലാതാണ്. രണ്ട്, കല്ലറ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. അതിങ്ങനെ ചന്തം വരുത്തി ഇടുന്നൊരു കാലഘട്ടമാണ് ഇപ്പം. പണ്ട് കാട് കയറി കിടന്നു, എല്ലാതരം ചെടികളും ഒക്കെ കാണും. ധൂപം വെക്കുമ്പോഴാ ആരെങ്കിലും അത് പുഴുതുകൊണ്ടിരിക്കും, വൈദികൻ ധൂപം വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അതൊരു ഉദ്യാനം പോലെ ചിലയിടത്തൊക്കെ കല്ലറയ്ക്ക് പേരിട്ടേക്കുന്നത് തന്നെ ഗാർഡൻ, അല്ലെങ്കിൽ ഗാർഡൻ ഓഫ് ഏഡൻ എന്നോ പാരഡൈസ് എന്നോ ഒക്കെ പേരിട്ട് മാർബിള്, ഒരിക്കലും കർത്താവ് വന്നാലും എഴുന്നേക്കരുതെന്നുള്ള അത്രയും കനത്തിലുള്ള വലിയ മാർബിളുകളും ഒക്കെ ഇട്ട് കിടക്കുന്ന മനുഷ്യൻ എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ടും. തള്ളി മാറ്റിയാലും ക്രൈം വന്നാലും എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ വലിയ മാർബിൾ അതൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ആ കുടുംബത്തിന്റെ മഹിമയും നമ്മുടെ ധനവും ഒക്കെ കൃത്യമായിട്ട് മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ. അത് വൈറ്റ് മാർബിൾ ആണോ, ബ്ലാക്ക് ആണോ, അത് എവിടെ നിന്ന് കൊണ്ടുവന്ന്, ഇറ്റാലിയൻ ആണോ? അപ്പോൾ ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് ഇഷ്ടമുള്ള മേഖലയല്ലെങ്കിൽ അതിന്റെ മധ്യത്തിലൂടെ അച്ഛൻ പറഞ്ഞതുപോലെ വരികൾക്കിടയിലൂടെ നമ്മളെ കൊണ്ടുപോയി 3 പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മളെ കൃത്യമായി അച്ഛൻ പഠിപ്പിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. നല്ല 3 ആശയങ്ങളാണ്. നമ്മുടെ ആനുകാലിക സംഭവങ്ങൾ നമ്മളെപ്പോഴും മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള അറിവ് അറിയാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമുക്ക് എപ്പോഴും കേൾക്കുന്നത് മറ്റുള്ളവന്റെ കുറ്റം, സഭയുടെ കുറ്റം, സഭാ മേലധ്യക്ഷന്റെ കുറ്റം, വൈദികന് കുഴപ്പമുണ്ടെന്നറിഞ്ഞാൽ അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ച് 4 പേർക്ക് അയച്ചു കൊടുത്ത് അതൊരു സായുജ്യം അടയുന്നൊരു മേഖലയാണ്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനോവൈകല്യമുള്ള ഒരു ലക്ഷണത്തിന്റെ സൂചന കൂടിയാണ്. അച്ഛൻ സൈക്കോളജി പഠിച്ച ആളാണ്, അല്ലെങ്കിൽ അച്ഛനോട് കൃത്യമായിട്ട് ചോദിച്ചാൽ ഇതിന്റെ ബാക്കി ഉത്തരം കൂടെ അച്ഛൻ പറയും. 3 കാര്യം. ഒന്ന്, വീടുകൾ കല്ലറകളായി മാറ്റപ്പെടരുത്. ആശയവിനിമയത്തിലൂടെയും ഊർജത്തിലൂടെയും ആധ്യാത്മിക കൃപയിലൂടെയും ചൈതന്യമുള്ള ഒരു വിളക്കുമരമായി എന്നും നിലനിൽക്കേണ്ടുന്ന ഇടമാണ് ഭവനം. ഭവനത്തിന്റെ വലിപ്പമോ അതിനകത്ത് ഉപയോഗിക്കുന്ന ബ്രാൻഡുകളോ ഉള്ളതിനേക്കാൾ ഉപരി എത്ര റൂമുണ്ടോ, എത്ര നിലയാണോ എന്നുള്ളതിനേക്കാൾ വിപുലമാണ് അവിടെയുള്ള മനുഷ്യർ തമ്മിൽ ആത്മാർത്ഥമായി സംവേദനം നടത്താറുണ്ടോ, മക്കളും അപ്പനും അമ്മയും തമ്മിൽ കൃത്യമായ ഒരു അടുപ്പം, ഹൃദയബന്ധം അവർ തമ്മിലുണ്ടോ, അതോ കണക്കുകളുടെ കളികൾ മാത്രമാണോ? പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളൊക്കെ കൗൺസിലിംഗ് സെന്ററുകളിൽ പങ്കുവെക്കാറുണ്ട്. ഞാൻ അതൊന്നും എടുക്കുന്നില്ല. 2, നമ്മുടെ വാക്കിലൂടെ, നോട്ടത്തിലൂടെ, പ്രവൃത്തിയിലൂടെ എപ്പോഴും അവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു വ്യഗ്രത ഇന്നത്തെ മനസ്സിലുണ്ട്. ഞാൻ ബാവയാണെന്ന് നോക്കിയില്ല 2 വർത്തമാനം ഞാനങ്ങ് പറഞ്ഞു, വികാരിയാണെന്ന് നോക്കിയില്ല 2 ഡോസ് ഞാൻ അപ്പം തന്നെ അങ്ങ് കൊടുത്തു, ഞാൻ അങ്ങനെ മുഖത്ത് നോക്കി തന്നെ എല്ലാം പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം സായുജ്യം അടയുമ്പോൾ ഇത് കണ്ടു വളരുന്നൊരു തലമുറ നമ്മുടെ കൂടെ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ അന്ന് തന്നെ അപ്രത്യക്ഷമായി പോവുകയാണ്. ആ ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3, ഡിസിപ്ലിൻ ലൈഫ്, അല്ലെങ്കിൽ വിധേയത്തോടുകൂടി നമ്മൾ ആരോടെങ്കിലും അല്ല, കടപ്പാട് പ്രകടിപ്പിക്കേണ്ടുന്നവരോട് നിശ്ചയമായും കടപ്പാട് പ്രകടിപ്പിക്കണം. മാതാപിതാക്കൾക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ കടപ്പാടുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, കുടുംബ ബന്ധങ്ങളോട്, ഇടവകയോട്, കമ്മിറ്റി അംഗങ്ങളോട്, വൈദികനോട്, മെത്രാപ്പോലീത്തയോടൊക്കെ. ചിലപ്പോഴൊക്കെ നമുക്ക് നീരസമൊക്കെ തോന്നും, പക്ഷെ അതിൽ നിന്ന് തിരിച്ചു വരാൻ നമുക്ക് അവസരം തരുമ്പോൾ തിരിച്ചു വരാൻ പറ്റണം. ഈ 3 ചിന്തകളും ഇനി ഞാൻ കൂടുതൽ ആവർത്തിക്കേണ്ട വിഷയം അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നന്നായിട്ട് ഇത് പഠിപ്പിച്ചു. അച്ഛനോടുള്ള സ്നേഹം വാക്കുകൾക്ക് അപ്പുറമാണ്. തുടർന്നും ഇത്തരത്തിലുള്ള അനുഗ്രഹീതമായ ചിന്തകൾ പങ്കുവെക്കുവാൻ ദൈവം അച്ഛന് പ്രാപ്തിയും കൃപയും നൽകട്ടെ എന്ന് സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ഹൃദയപൂർവ്വം ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിന്റെ ഒരു പ്രതിഫലനം അവരവരുടെ ഭവനങ്ങളിൽ ഉണ്ടോ ഇല്ലയോ, മറ്റു ഭവനത്തിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ തന്നെ പറ്റി കാണും. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ്, അവരവരുടെ ഭവനത്തിലും അവരവരുടെ ഹൃദയത്തിലും ഈ കുറവുകൾ
ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുവാനുള്ള ഒരു നല്ല പ്രഭാതമായി ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനെയും പ്രവർത്തനങ്ങളെയും ഭവനത്തെയും എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനം കല്ലറയാവല്ലേ, എനിക്ക് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ ഇടയാക്കല്ലേ, വിധേയത്വമുള്ളവരാക്കണമേ, ബന്ധനങ്ങളാവല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനും, എത്ര ശ്രമിച്ചാലും ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ജീവിതത്തിൽ വരുവാൻ ഇടയാവുകയുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. കുറവുകളേറ്റു പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മെ ശുദ്ധീകരിക്കണമേ. വചനമെല്ലാം നാം കേട്ടു. നമ്മെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥ്യമാക്കാൻ സംഗതിയാക്കണമേ. നമ്മുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനും അല്ല, ജീവനെ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാഭാവതരമേനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. സഭയെ നയിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ ശക്തിയും പരിശുദ്ധാത്മാവരങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അഭിവന്യ തോമസ് മാർ റിവാനിയോസ് തിരുമേനിക്ക് വേണ്ടിയും എല്ലാ തിരുമേനിമാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എബി എബ്രഹാം അച്ഛനെയും ഐസക്രാസ് അച്ഛനെയും എല്ലാ അച്ഛന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠ ദിവസങ്ങളിൽ സമർപ്പിക്കുന്നു. അച്ഛന്മാർ, സിസ്റ്റർമാർ, ഓരോ ഇടവകയുടെയും പുരോഹിതന്മാർ, ആൾട്ടർ ബോയ്സ്, ദൈവവേലയ്ക്കായിട്ട് സ്വയം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിനെ സമർപ്പിക്കുന്നു. സെമിനേറിയൻസിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജിതിൻ, ജോയ്, ഏബൽ, ടോണി, ഡീക്കൻ സോളമൻ, ഡീക്കൻ റയൻ, ജെറമിയ, ആൽവിൻ തുടങ്ങിയ ആൾട്ടർ ബോയ്സ് വരെ പ്രത്യേകം സമർപ്പിക്കുന്നു. പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിച്ച് വന്ന് കൂട്ടായി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കണ്ണീരോടെ അപേക്ഷിച്ച് സൗഖ്യവും ലഭിച്ചും സെമിനാറിനായിട്ട് ജോയിൻ ചെയ്തിരുന്ന ജോജി മാത്യൂസ് അച്ഛൻ്റെ മകൻ ജോയൽ ജോജി, അടുത്ത സമയത്ത് ആ മകന് വീണ്ടും ഒരു വൈഷമ്യം ഉണ്ടാകുകയും ഒരു പ്രൊസീജിയർ നടത്തുകയും ചെയ്തു. ആ മകന് വേണ്ടി വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യമാക്കുന്ന കരങ്ങൾ കർത്താവെ നീട്ടണമേ. മകന് വീണ്ടും ഒരു സർജറി ആവശ്യമായി വന്നു. മകന് പൂർണ്ണ സൗഖ്യം നൽകണമേ. ദൈവഹിതപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും പ്രത്യേകിച്ച് നമ്മൾ വൈകല്യച്ഛനെ സമർപ്പിച്ചു. പ്രകാശ് തോമസ് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ്റെ ശ്രീ കൊച്ചമ്മയുടെ ഫാദർ ചെറിയാങ്കുഞ്ഞച്ചതിന് വേണ്ടി പ്രത്യേക സ്ട്രോക്ക് ആയിട്ടിരിക്കുന്നു, ഐസിയുവിലിരിക്കുന്നു. പിതാവിനെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശാന്ത തോമസ് ഭവനത്തെ ആക്സിഡന്റ് കഴിഞ്ഞ് ഏതാനും നല്ല ആരോഗ്യ പ്രശ്നങ്ങളും അമ്മകൾക്കും ഭവനത്തിലുമുണ്ട്. ആ കുടുംബത്തെ ഒന്നായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി സമർപ്പിക്കാം. സിസി ജോർജിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അരുണിന് വേണ്ടി പ്രത്യേകം സ്തോത്ര. മകന് വളരെ സീരിയസ് ആയിട്ടുള്ള മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം കഴിഞ്ഞ് സൗഖ്യമായിട്ടുണ്ടെങ്കിൽ തുടർന്ന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഷാനുവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൊച്ചുമ്മയുടെ ഫാദർ പാപ്പച്ചൻ വർഗീസ് അച്ഛനെ സമർപ്പിക്കുന്നു. ഏരിയമ്മ അച്ഛൻ്റെ അമ്മ ഏരിയമ്മ ചാക്കോ അമ്മയെ സമർപ്പിക്കുന്നു. ശാന്ത എബ്രഹാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൊച്ചുമ്മയ്ക്ക് ഒരു വീഴ്ചയിൽ നല്ല ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. കൊച്ചുമ്മയെ ഓർത്തും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരുകൾ പറഞ്ഞപ്പോൾ ധാരാളം പേരുകൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. സൗഖ്യം ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം, വീണ്ടും വീണ്ടും സ്തോത്രം പറയുന്നു. ലഭിക്കാനിരിക്കുന്നവരും ലഭിച്ചിട്ടില്ലെങ്കിലും ഉള്ള അവസ്ഥയിൽ കർത്താവെ കൃപ നൽകണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. വീണ്ടും നമ്മുടെ കുറവുകളെ ഏറ്റുപറയുന്നു, ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 10 months ഓൾഡ് ആയിട്ടുള്ള ലൂക്കായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സൂസന്ന ഓർത്ത് സ്തോത്രം പറയുന്നു. ബർത്ത്ഡേ ആയിട്ടുള്ള ടോബി ജോഷ മാത്യു, സ്നേഹ വർഗീസ്, എലിസ, വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രം പറയുന്നു. നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ട പോലെ സച്ചിൻ നിഷയുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സച്ചിൻ നിഷയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീക വിക്ടോറിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ
വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ മഹത്വത്തിന് വേണ്ടി ജീവിതം ക്രമപ്പെടുത്താൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജോബിന് വേണ്ടി പ്രത്യേകം, ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്ന റിൻസി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി സമാധാനമില്ലാതെ ഓരോ തലകൾ വണക്കിയിരിക്കുന്നവർ മാത്രമല്ല, ലോകമെമ്പാടുമായി അവനവന് തന്നെ സമാധാനമില്ലാത്ത ഓരോ വ്യക്തി, സ്വഭാവ വൈകല്യം, ഈഗോ, പല പല മദ്യപാനം, പല പല കാര്യങ്ങളുണ്ട്. കുടുംബ സമാധാനമില്ലാത്ത എല്ലാ മക്കളും സഭയുടെ സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി എല്ലാ രാഷ്ട്ര നേതാക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. യുദ്ധത്തിന്റെ കരുതിയിലിരിക്കുന്ന മക്കളെ, പീഡ അനുഭവിക്കുന്നവരെ, ക്രിസ്ത്യാനികളായി പീഡ അനുഭവിക്കുന്നവരെ, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ചർച്ച് കൺസ്ട്രക്ഷന് വേണ്ടി പ്രത്യേകമായി റീകൺസ്ട്രക്ഷൻ പ്രാർത്ഥിക്കുന്നു. മണപ്പള്ളി ചർച്ച്, നോർത്ത് കരോളിന ചർച്ച് ഇവയ്ക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രിഗോറിയോസ്, ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയോസ്, മറ്റെല്ലാ റീകൺസ്ട്രക്ഷൻ ചർച്ചിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആൽബി കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. ദീപ കൊച്ചമ്മയ്ക്ക് വേണ്ടി, റെൻസി, മേരി, മായ, മെലീസ, മേഴ്സി, മെർലിൻ 2 പേര്, മിനി 2 പേര്, മിറാൻഡ, മോളി, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകം റിക്വസ്റ്റുകളുണ്ട്. തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിനുള്ള കിഡ്സിനെ ആഗ്രഹിക്കുന്നവരെ ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ചവർ സ്തോത്രത്തോടെ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനും അന്നയുടെ കണ്ണീർ കണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ മക്കൾക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന ആ മക്കൾ അലൻ തോമസ്, അശ്വിൻ, ജഫൂസൻ, മിന്നു, ക്ഷേമ, താര, ടിന, ടിജ, മറിയ, ജോജി, ലീന, കാഷ, നിക്കോൾ, ഇവർ മാത്രമല്ല എല്ലാ മക്കളുടെയും മനസ്സിലുള്ള എല്ലാ മക്കളെയും സ്തോത്രത്തോടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. വിവാഹം ആവശ്യമില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. പേരൻസ് അവരെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട്. അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പലവിധ വിഷമങ്ങളാൽ, അടിക്കടിയുള്ള ഭാരങ്ങളാൽ ഒരു വിധത്തിലും വൈഷമ്യങ്ങളിൽ നിന്ന് കരേറുന്നില്ല. ദൈവ സന്നിധിയിൽ നിരന്തരമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആലീസ്, നിഷ, ഷീജ, ജോസ്, ഷോണി, ബിന്ദു ഇവരെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ഇവർ മാത്രമല്ല, മറ്റുള്ളവരോട് വിഷമങ്ങൾ തുറന്നു പറയാൻ വയ്യ. ദൈവസന്നിധിയിലിരുന്ന് നിരന്തരമായി കരയുന്ന അനേകം മക്കളുണ്ട്. ആ കണ്ണുനീരിനെ ക്രൂശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനോട് ഒന്നിച്ച് നമുക്ക് അപേക്ഷിക്കാം. എന്തമ്പുരാൻ അവർക്ക് പൂർണ്ണമായ വിടുതൽ കൊടുക്കണമേ. വീണു പോകാതെ, വിട്ടുപോകാതെ യാത്ര തുടരുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജനറേഷന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകും. മക്കളെ, കുഞ്ഞുമക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ലഹരി, ഇന്റർനെറ്റിന്റെ അടിമകളാകുന്ന മാത്രമല്ല, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഏത് പാത തിരഞ്ഞെടുക്കണമെന്ന് അവർക്ക് അറിയില്ല. ദിവസവും വായിക്കുക, പ്രാർത്ഥിക്കുക, ദൈവാലയത്തിൽ പോകുക, ദൈവ ആരാധനയിൽ പങ്കെടുക്കുക, ഇതൊന്നും അവർക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നില്ല. അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതോടുകൂടി മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുന്നതോടുകൂടി മറ്റുള്ള എല്ലാവരുടെ പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്ന് അവർക്ക് അറിയില്ല. കണ്ണീരോടെ അവർക്ക് വേണ്ടി യാചിക്കാം. അവർ ശുദ്ധീകരിക്കപ്പെടുന്നതോടുകൂടി നമുക്കും ശുദ്ധീകരിക്കപ്പെടാം. 2 ആൻമാർ, 2 എലിസബത്ത്മാർ, കൃപ, ലിഡിയ, നേതൻ, ജോ, കാരലിൻ, ഹാന, ലോറൻസ്, എബിൻ, ഗോകുൽ, രാഹുൽ, ജോയൽ, ജിയാൻ, മാത്യു, എവലിൻ ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. രാജ്യത്തിലും ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ലെവലിൽ യാത്ര ചെയ്യുന്നവരെല്ലാം, വാഹനങ്ങൾ ഓടിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ക്ഷേമമായി യാത്ര ചെയ്തെത്തിയവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യും. എല്ലാ വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കും. ആശ്രയ, കാരുണ്യ, മന്ന, കാരുണ്യ നിലയം, ജയിൽവാസം അനുഭവിക്കുന്ന, കുറ്റം ചെയ്തു അല്ലാതെയും ജയിൽവാസം അനുഭവിക്കുന്നവര്, ജയിൽ വോളണ്ടറി വർക്ക് ചെയ്യുന്നവരെ ഒക്കെ പ്രാർത്ഥിക്കാം. വാങ്ങിപ്പോയ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെ ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്തും തൊട്ട് മുൻപും ശേഷമല്ല പല വിധത്തില് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന മക്കളുണ്ട്. ആക്സിഡന്റ് ഏത് നിമിഷവും വീടിന് പുറത്തിറങ്ങി പോയിട്ട് ഇന്നലെ പള്ളിയിൽ കണ്ടവര്
ഒക്കെ അടുത്ത നിമിഷം നോക്കുമ്പോൾ അവർ ദേശത്തിലേക്ക് എടുക്കപ്പെടുന്നുണ്ട്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. ഗോവയുടെ വിശുദ്ധൻ അറിയപ്പെടുന്ന മാർ അൽവാരിസ് മാരിയോലിസിന്റെ ആത്മാവിനെ പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജിം തോമസിന്റെ ആത്മാവ്, ജോർജ് ജോസഫ് ആത്മാവ്, സാറാമ്മ സ്ലീബ, ചെറിയാൻ പുന്നൂസ്, റീഗൻ വിൽസൺ, ടി പി ജേക്കബ് അച്ഛൻ, വത്സ, പിന്നെ എല്ലാ ആത്മാക്കളെ ദിവസം എല്ലാ അഭിഷിക്തരുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആത്മാക്കളെ സമർപ്പിക്കുന്നു. ഇപ്പോഴും ഓരോ നിമിഷവും ചെറിയ പ്രായത്തിൽ ദേശത്തിലേക്ക് കടന്നുപോയ കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് വിലപിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണേ ദൈവമേ. ഒരു നാളിൽ നാം അവിടെ ചെന്ന് ചേരേണ്ടവരാകുന്ന ഒരുക്കത്തോടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. വിട്ടുപോയ കാര്യങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ട റോസി ഫിലിപ്പ് കൊച്ചമ്മയാവുന്നു. കൊച്ചമ്മയും കുടുംബത്തെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, സ്തോത്രം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ ഈ മധ്യാഹ്ന സമയത്ത് അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് പലവിധ പ്രവൃത്തികളിൽ നിന്നും വേർപെട്ട് ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഇടയാക്കിയ വൻകൃപയോർത്തി ഞങ്ങൾ സ്തുതിക്കുന്നു. നാഥാ, സ്തോത്രം ചെയ്യുന്നു. അപകടങ്ങളും അനർത്ഥങ്ങളും പതിയിരിക്കുന്ന ഈ ലോകത്ത് ഓരോ ദിവസവും ഞങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്നത് അങ്ങയുടെ കരുണയൊന്നു മാത്രമാണോ എന്ന് ഞങ്ങൾ അറിയുന്നു. നാഥാ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് കൽപ്പിച്ചിരളിയവനെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഇടയിൽ അയച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ഞങ്ങൾക്ക് ബോധ്യം തന്നല്ലോ. ഞങ്ങൾ എന്തൊക്കെ മാർഗങ്ങളിൽ നിന്ന് വിട്ടുപോകണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു തന്നതിനായി സ്തുതിക്കുന്നു. നാഥാ, ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണേ കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങളൊന്നും ഞങ്ങളോട് ഓർക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറിച്ച് കരുണയുടെ നയനങ്ങളാൽ ഞങ്ങളെ നോക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ലേ എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. നാഥാ, എന്നാലും ഇത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, ബലമുള്ള ഭുജങ്ങളിൽ താങ്ങിയല്ലോ, ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം മാനിച്ചല്ലോ. കർത്താവെ സ്തുതിക്കുന്നു. നാഥാ, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ നീതിപൂർവ്വം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റങ്ങളെയും കുറവുകളെയും ഒന്നും ഞങ്ങളോട് ഓർക്കരുതേ കർത്താവെ. അങ്ങേ മറക്കുന്ന ഒരു നിമിഷം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളുടെ പ്രവൃത്തികൾ തിരുനാമ മഹത്വത്തിനായി തീരണമേ. ഓരോ നിമിഷവും അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു നിമിഷം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ കർത്താവെ എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും നന്ദി കരയേറ്റിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവിടെ മുകളിൽ ലജ്ജിച്ചു പോയില്ല എന്ന് തിരുവചനം പറയുന്നത് പോലെ അങ്ങയുടെ ദർശനം ഉൾക്കൊണ്ട് ആത്മാവിൽ പുഷ്ടിയുള്ളവരായി ഞങ്ങൾ മാറണമേ. നാഥാ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ധന്യരാക്കണമേ. മണ്ണീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ദാഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹന്നായെ പോലെ ഞങ്ങളുടെ ദുഃഖങ്ങൾ അങ്ങയോട് പകരാനും ഹാഗാറിനെ പോലെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ സഭയെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ദേവാലയങ്ങളെയും സഭാ നേതൃത്വത്തെയും ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരെയും അനുഗ്രഹിക്കണമേ, കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധാത്മ നൽവരം കൊണ്ട് നിറയ്ക്കണമേ. ഈ നാടിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർക്കുന്നു. നാഥാ, ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ ഒരുക്കണമേ. യുദ്ധത്തിന്റെ കെടുതിയിൽ വ്യാകുലരായിരിക്കുന്നവരെ ഓർക്കുന്നു. അന്ത്യകാലത്തിന്റെ അടയാളമാകുന്നുവല്ലോ കർത്താവെ. ആ ജനങ്ങളോട് മനസ്സിലാക്കണമേ. അവരുടെ നിലവിളി തിരുസന്നിധിയിൽ എത്തുമാറാകണമേ. രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ മാറി സമാധാനത്തോടെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. കേട്ട വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ നിന്റെ ദാസനെ ഓർക്കുന്നു. മേൽക്കുമേൽ അനുഗ്രഹങ്ങളോട് ജീവിപ്പാൻ, ആത്മാവിന്റെ നൽവരങ്ങളെ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ. അവരുടെ കുടുംബങ്ങളായി അവരെ അനുഗ്രഹിക്കണമേ, കാത്തു പരിപാലിച്ചുകൊള്ളണമേ. കേട്ട വചനത്തെ ഓർത്ത് ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിനനുഷ്ഠിതമായി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാകരുതേ. പക, വിദ്വേഷം, അസൂയ, ഇതെല്ലാം മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന വാക്കുകളെല്ലാം ആ അശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. നാഥാ, അവയിൽ നിന്നെല്ലാം ഞങ്ങളെ മാറ്റി പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ബന്ധങ്ങളിൽ അധിഷ്ഠമായൊരു ജീവിതം നയിക്കണമെന്ന് നിന്റെ മകന്റെ വചനം ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ.
അപ്പോൾ ഈ പല പല ബന്ധങ്ങളിൽ അധിഷ്ഠിതമായി ഞങ്ങൾ ജീവിക്കാൻ, നല്ല ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ലോകങ്ങളോട്ടുള്ള ബന്ധങ്ങൾ എല്ലാം നല്ലതായി ഭവിക്കുവാൻ അവിടെ ഇടയാക്കണമേ കർത്താവേ. എന്റെ ദൈവമേ സ്തുതിക്കുന്നു, നാഥാ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രാർത്ഥന റിക്വസ്റ്റ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച കുറേ കാര്യങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റിലുണ്ടല്ലോ. എല്ലാം അവിടുന്ന് അറിയാമല്ലോ. ഞങ്ങൾ രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ നഗ്നതും മലർന്നതുമായി കിടക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം അവിടുന്ന് നിവർത്തിച്ചു കൊടുക്കണമേ നാഥാ. കുടുംബ ബന്ധങ്ങളിലെ കുടുംബങ്ങളിൽ മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് കർത്താവേ. അങ്ങാണല്ലോ അവരെ കൂട്ടിച്ചേർത്തത്. സമാധാനത്തോടെ ഐക്യത്തോടെ അങ്ങേ ആരാധിച്ച് സ്നേഹിച്ച് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. മക്കളില്ലാത്തവരെ ഓർക്കുന്നു കർത്താവേ. മക്കൾ അവൻ കൊടുക്കുന്ന ദാനങ്ങളാണല്ലോ. അനുഗ്രഹീത സന്താനങ്ങളെ നൽകി അവരെ കാത്തു പരിപാലിക്കണമേ. ജോലിയില്ലാതെ വലയുന്നവരെ ഓർക്കുന്നു കർത്താവേ. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി കിട്ടാത്തവര്, അവരുടെ അധ്വാനങ്ങളെ പ്രയത്നങ്ങളെ എല്ലാം അവിടുന്ന് മാനിക്കണമേ നാഥ. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അനുയോജ്യമായ ജീവിത പങ്കാളിയെ അവർക്ക് നൽകണമേ. വാർഷികം ആചരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവരെ കാത്തു പരിപാലിച്ചല്ലോ, പോറ്റി പുലർത്തിയല്ലോ. അതിനങ്ങ് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഓരോ ദിവസവും അങ്ങയുടെ കരുണ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങളിൽ തരണമേ. അങ്ങിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു നിമിഷം ഒരിക്കലും ഞങ്ങളിൽ ഉണ്ടാവരുതേ എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്നവരെ ഓർക്കുന്നു കർത്താവേ. രോഗിക്ക് വൈദ്യനങ്ങാണല്ലോ. ഗിലെയാദിലെ തൈലവുമായി ചെന്ന് അവിടെ കിടക്കകളെ മാറ്റിവിരിക്കണമേ. അങ്ങെന്നുള്ള നല്ല വൈദ്യനെ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യരാലും ആരുമായാലും ഒരു ഡോക്ടർമാരും ചികിത്സയ്ക്ക് ഭേദമാകാത്തത് അങ്ങയുടെ അനുഗ്രഹത്താൽ എത്രയോ പേർ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. അവരെല്ലാം തിരുസന്ധി അങ്ങേ പൂഴ്ത്തിക്കൊണ്ട് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. മാനസിക പിരിമുറുക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. മനസ്സിന് ധൈര്യവും സമാധാനവും അവർക്ക് നൽകണമേ. ഇത്രത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. ഞങ്ങൾ ഇപ്പോൾ പിരിയുന്നു കർത്താവെ. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തവരെയും പങ്കെടുക്കാൻ സാധിക്കാത്തവരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു കർത്താവെ. അവരെ വാഴ്ത്തണമേ, കുടുംബമായി അനുഗ്രഹിക്കണമേ, കൂട്ടായി കൊടുത്ത ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കണമേ, ദാനം തരുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ വളരേണ്ട വഴിയിൽ അവരെ വളർത്തുവാൻ സഹായിക്കണമേ. ആയുസ്സും ആരോഗ്യവും അവർക്ക് നൽകണമേ. അടിയും കൂടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ എല്ലാം ഓർക്കുന്നു കർത്താവെ. അവരെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. കൃപയിൽ പൊതിയണമേ. ആപത്തുകളിൽ നല്ല സഹായകനായിരിക്കണമേ നാഥ. ഈ കൂട്ടായ്മ അങ്ങ് വാഴ്ത്തണമേ. മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. അടിയങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ വീണ്ടും തിരുസന്നിധിയിൽ വയ്ക്കുന്നു നാഥ. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ട് കർത്താവെ, പിരിയാത്തവനായി കൂടിയിരിക്കണമേ. അടുത്ത കൂടി വരുവോളം ഞങ്ങളെ കാത്തുകൊള്ളണമേ. അടിയനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നേ. ഒരു നന്മയുമില്ലേ എന്ന് സമ്മതിക്കുന്നേ. അടിയങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് മാനിക്കണമേ. മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിറവയറോടുകൂടെ ഇരിക്കുന്നല്ലോ. സുഖപ്രസവത്തിന് വേണ്ടി അങ്ങയോട് യാചിക്കുന്നു കർത്താവെ. നല്ലൊരു കുഞ്ഞിനെ കണ്ട് ഞങ്ങളെ സന്തോഷിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ അഭ്യർത്ഥനകളെ മാനിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി പരിപാലിച്ചല്ലോ. പ്രാർത്ഥനകൾക്ക് നേനായി സ്തോത്രം ചെയ്യുന്നു. സകലവും തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു കർത്താവെ. കൃപയോടെ കൈക്കൊള്ളണമേ നല്ല പിതാവേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കാരുണ്യവാനായ കർത്താവെ, സംബന്ധിച്ചവരുടെ മേൽ, വചനം സംസാരിച്ച അഭിഷിക്തന്റെ മേൽ, സഭയുടെ മേൽ, ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ താല്പര്യത്തോടെ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ. സിനിജോ. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയോടാണ് ഞാൻ നന്ദി പറയാനുള്ളത്. ഇന്നത്തെ പ്രെയർ ലൈൻ ലേഡി റെവറൻഡ് ഫാദർ ഐസക് പ്രകാശ് അച്ഛനോടാണ്. കഴിഞ്ഞ 3 വർഷം ഭദ്രാസന MMES വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റിരുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ അച്ഛൻ വന്ന് ലീഡ് ചെയ്യുവാൻ സാധിച്ചു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയുന്നത് പ്രെയർ കോർഡിനേറ്റർ എലിസബത്ത് അരകൻ ആൻറ്റിയോടാണ്. എല്ലാ ആഴ്ചകളിലും എല്ലാ റീജിയനിൽ നിന്നുള്ള മെമ്പേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രെയർ ലൈൻ നടത്തിക്കൊണ്ട് പോകുന്ന ആൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ റെവറൻഡ് ഫാദർ ജോർജ് വർഗീസ് അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയുന്നത് ഇന്നത്തെ ബൈബിൾ വായനയ്ക്ക് ബൈബിൾ റീഡിങ്ങിന് നേതൃത്വം നൽകിയ ആനി വില്യം, പൊന്നമ്മ കുര്യൻ, അനൂഗി വർഗീസ്, പൈങ്കോൽ കൊച്ചമ്മ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. പാട്ടുപാടി സഹായിച്ചത് ശൈല മാത്യു, കാവ്യ ബെൻസൺ,
എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ റോസി ഫിലിപ്പ് കൊച്ചമ്മയോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ വൈദികരോടും മർത്തമറിയ സമാജ അംഗങ്ങളോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട്